എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പമാണ്. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അരി കുതിർക്കാനൊന്നും ഇടേണ്ട ആവശ്യമില്ല. അരിപ്പൊടി വെച്ചാണ് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ. നമുക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി നോക്കാവുന്ന അപ്പം തന്നെയാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ അരിപ്പൊടി ഇല്ലയോ, ഈ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ എടുത്ത് വെക്കുക. അതുപോലെ 250 ml കപ്പിൽ തന്നെ 1 കപ്പ് ചോറും എടുത്ത് വെക്കണം. നിങ്ങൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് ആ ചോറ് എടുക്കാവുന്നതാണ്. ഞാൻ മട്ടേരിയുടെ ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല തുവെള്ള അപ്പം വേണം എന്നുണ്ടെങ്കിൽ വെള്ളേരിയുടെ ചോറുണ്ടല്ലോ, ആ ചോറ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ചോറ് അങ്ങ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് അടിയിൽ ഇതിങ്ങനെ കട്ട പിടിച്ച് കിടക്കുക. അതുകൊണ്ട് ആദ്യം ചോറ് ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാലേ മാവ് നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ, നല്ല സോഫ്റ്റ് അപ്പം കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് അരച്ച് വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തത്. നിങ്ങൾ 2-3 മണിക്കൂർ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതല്ല ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം 250 ml കപ്പിൽ തന്നെ ഇളം ചൂടുവെള്ളം 1 കപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളം കുറവാണ്. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിരുന്നു. എപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ 2.25 കപ്പ് വെള്ളം ഇതിനെ ഒഴിച്ച് കൊടുത്തിരുന്നു. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ നല്ല രീതിയിൽ അരച്ചെടുക്കുക. ഇതിനെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇനി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ അരിപ്പൊടിയും കൂടെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. മാവെല്ലാം അരച്ചെടുക്കുക. മാറ്റി വെച്ചിരുന്ന അരിപ്പൊടിയിൽ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. എല്ലാം കൂടെ 3.25 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ മാവ് എത്രയും ലൂസിലാണ് വേണ്ടത് എന്നറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. മാവ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ മാവ് കുറച്ച് കട്ടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സി കഴുകിയിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ലൂസിലാണ് നമ്മൾ ഈ മാവ് കലക്കിയെടുക്കുന്നത്. മാവ് നമ്മൾ ദോശത്തവയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളത് പരത്തി കൊടുക്കുന്നില്ല, അതങ്ങനെ ഒഴിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് പരന്നു പോകും. അപ്പോൾ ആ ഒരു ലൂസ് വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിനെ അടച്ച് വെക്കുക. അരമണിക്കൂർ ആകുമ്പോൾ തന്നെ മാവ് നല്ലതായിട്ട് പൊങ്ങി വരും കേട്ടോ. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാൻ മറന്നുപോയി. 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് മാവ് പൊങ്ങി വന്നിട്ട് ഒന്ന് താന്നു പോയി, പിന്നെ പൊങ്ങി വന്നതാണ് കേട്ടോ. അതാണ് മാവ് അത്രയും പൊങ്ങി വന്നത് കാണിക്കാൻ പറ്റാത്തത്. ഇതിനൊന്ന് ഇളക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് ഇളക്കി അതിൻ്റെ ബബിൾസൊക്കെ അങ്ങനെ ഉടച്ച് കളയേണ്ട ആവശ്യമില്ല. ഇതിനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് അന്നേരം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ. അപ്പോൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഫ്രൈ പാനിൽ കോരി ഒഴിക്കുക. എന്നിട്ട് മുകളിലൊക്കെ ഇങ്ങനെ ബബിൾസ് വരത്തില്ലേ, വന്ന് കഴിയുമ്പോൾ മാത്രം ഇതിനെ അടച്ച് വെക്കുക. എന്നിട്ട് മുകൾ ഭാഗം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അപ്പം എടുക്കാവുന്നതാണ്. തീ മീഡിയത്തിലിട്ട് കൊടുക്കണേ. ഇപ്പോൾ അപ്പം എടുത്ത് നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന അപ്പം കേട്ടോ. അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അരിപ്പൊടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് ശരിക്കും ഞാനും പ്രതീക്ഷിച്ചില്ല. നല്ല സോഫ്റ്റ് തന്നെയാണ്. നിങ്ങളിപ്പോൾ കയ്യിലെടുത്താൽ കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റാണ് എന്നുള്ളത്. കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.